ഹായ് ഹലോ ഹാപ്പി ഓണം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു മേക്കപ്പ് ലുക്ക് ചെയ്താലോ? നല്ല ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ്. ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ എല്ലായിടത്തും ഫേസിൽ ഈവനായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മോയ്സ്ചറൈസർ ഇടുന്നത് നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഫേസ് ഇങ്ങനെ കേക്കി ആയിട്ട് തോന്നാതിരിക്കാനും, പിന്നെ ചിലർക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഏജ് തോന്നും. അതൊക്കെ നല്ലതായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് സ്കിൻ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവത്തില്ല. ഒരു ദിവസം ഒരു 9 hours 6 hours ഒക്കെ അക്കോർഡിംഗ് ടു ദ സ്കിൻ ടോൺ അത് സ്റ്റേ ആകും നമ്മുടെ സ്കിന്നിൽ. മോയ്സ്ചറൈസർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ്. പിന്നെ മേക്കപ്പ് ഇടുന്നത് കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് ആകുകയാണെങ്കിൽ സ്കിൻ ഏജ് ആകാതൊക്കെ ഇരിക്കാനായിട്ടാണ് മോയ്സ്ചറൈസർ ഇടുന്നത്. നല്ലൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ തന്നെ എടുക്കാൻ നോക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുക, അത് നല്ലതാണ്. സ്കിന്നിലേക്ക് നല്ലോണം മോയ്സ്ചറൈസർ അബ്സോർവ് ആകും. നെക്സ്റ്റ് നമുക്ക് ലിപ് ബാം ഇടാം. ലിപ് ബാം മസ്റ്റാണ്. നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പം ചിലർക്ക് സ്കിന്ന് പീലായിട്ട് വരും, അല്ലെ ഡ്രൈ ലിപ്സ് ആയിട്ട് തോന്നും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ലിപ്പിന്. ഐ മീൻ നല്ലൊരു പെർഫെക്റ്റ് ലിപ്സ്റ്റിക് ലുക്ക് കിട്ടും. ലിപ് ബാം ഡെയിലി ഇടുന്നത് നല്ലതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈമർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈമർ ചൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച്. ഞാനിപ്പോൾ ഇടുന്നത് ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൈമറാണ്. സോ അത് എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി. കാരണം നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടാൽ മതിയാവും. ഈ പ്രൈമർ ഇടുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലോ എന്തെങ്കിലും പോസ് ഉണ്ടെങ്കിൽ, സ്കാർ ഉണ്ടെങ്കിലൊക്കെ കുറച്ച് ഒരു 80% ഹൈഡാവും ഈ പ്രൈമർ കൊണ്ട്. പ്രൈമറിൻ്റെ പുറത്ത് ഫൗണ്ടേഷൻ ഇടുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ ഇട്ടാൽ തന്നെ, കൺസീലർ ഒന്നും ഇല്ലാതെ, അധികം ഡാമേജ് ഇല്ലാത്ത സ്കിന്നാണെങ്കിൽ കൺസീലർ ഇടാതെ തന്നെ ചെയ്യാം. എന്ത് ചെയ്താലും അത് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ മറക്കരുത്. അല്ലെങ്കിൽ കഴുത്തൊരു സ്കിൻ ടോൺ, നമ്മളുടെ ഫേസ് ഒരു സ്കിൻ ടോൺ എന്ന് തോന്നും. ഞാൻ കൈകൊണ്ടാണ് ഫൗണ്ടേഷനും അല്ലെങ്കിൽ പ്രൈമറും ഒക്കെ ഇടുന്നത്. കാരണം എനിക്ക് അതാണ് കുറച്ചുകൂടെ കംഫർട്ട്. എനിക്കത് ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഹീറ്റായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആകുന്ന പോലെ തോന്നുന്നത് കൊണ്ട് എനിക്ക് കംഫർട്ടും സാറ്റിസ്ഫാക്ഷനും കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതാണ്. സോ എക്സ്ട്രാ ആയിട്ടുള്ള എക്സ്ട്രാ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് എന്തെങ്കിലും ഫേസിലുണ്ടെങ്കിൽ അതിങ്ങനെ പോരും. മറ്റേ സ്പഞ്ച് വെച്ചിട്ടും ബ്രഷ് വെച്ചിട്ടും ഒക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് സെറ്റായിട്ടില്ല. പിന്നെ മൂക്കുത്തിയുടെ ബാക്കിലും നമ്മളുടെ മൂക്കിൻ്റെ കോർണറും ഒക്കെ ഈവനായിട്ട് ഈ പ്രൈമറും ഫൗണ്ടേഷനും ഒക്കെ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിറയെ പേരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ്. നിറയെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് വെറും പൗഡർ ഇട്ടാൽ തന്നെ മൂക്കിൻ്റെ കോർണറിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി കേക്കിയായിട്ടും പിന്നെ എന്തൊക്കെയോ അഴുക്കിരിക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യും. അതുപോലൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇടുവാണെങ്കിൽ മേക്കപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഇടരുത്. ഈവനായിട്ട് ബ്ലെൻഡ് ചെയ്ത് വൃത്തിയാക്കി നോക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ എടുത്തോളൂ. ഞാൻ ഇടുന്നത് ഫിറ്റ്മിയുടെ 115 ആണ്. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഡോട്ടായിട്ട് സ്കിന്നിൽ നമുക്ക് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എൻ്റെ ഫേസിൽ ഡിസ്കളറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റും ഉപയോഗിക്കാറില്ല. ഡിസ്കളറേഷൻ വരുന്നതിൻ്റെ കാര്യം വരാത്തതിൻ്റെ കാര്യം ഞാൻ അധികം വെയിലിൽ ഇറങ്ങാറില്ല. ഫൗണ്ടേഷൻ എനിക്ക് തികഞ്ഞില്ല, കുറച്ചും കൂടി ഞാൻ എടുത്തിട്ട് നെറ്റിയിലും കൂടി ഇടുവാണ്. നിങ്ങളിങ്ങനെ തൊട്ട് ഫേസിൽ വെക്കുമ്പോൾ അധികം തിക്കായിട്ടും തിന്നായിട്ടും ഒക്കെ വയ്ക്കാതെ ഈവനായിട്ട് വയ്ക്കാനായിട്ട് നോക്കണം. ഫൗണ്ടേഷനും കഴുത്തിലിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അഗെയിൻ ഹെയർ ബാക്കിലോട്ട് ആക്ച്വലി കെട്ടി വയ്ക്കുന്നത് നല്ലതാണ്. എൻ്റെ മുടി കെട്ടാൻ പറ്റില്ല. ആ ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി, വേറെ വാങ്ങിക്കണം. മൂക്കുത്തിയുടെ സൈഡിലും മൂക്കിൻ്റെ കോർണറിലുമൊക്കെ അഗെയിൻ നിങ്ങൾ
ഫൗണ്ടേഷൻ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് മൈൽഡായിട്ട് പ്രസ് ചെയ്താൽ മതി. കുറച്ചും കൂടെ ഫൗണ്ടേഷൻ ഞാൻ എടുത്തിട്ട് കണ്ണിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഐ മേക്കപ്പിന് വേണ്ടിയാണ്. ഞാൻ സ്മോക്കി ആയി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് അതാണ് കേട്ടോ. എനിക്ക് മറ്റേ ഐ ഷാഡോ ഒന്നും അത്ര ഇഷ്ടമല്ല. വളരെ റെയറായിട്ട് മാത്രം ലൈറ്റ് പിങ്ക് ഞാൻ വയ്ക്കാറുണ്ട്. അത് വളരെ റെയറാണ്. എനിക്ക് എപ്പോഴും സ്മോക്കി ഐയാണ് എൻ്റെ ഫേസിന് ചേരുന്നത്. ബിക്കോസ് എൻ്റെ കണ്ണ് ഹൂഡഡ് ഐസാണ്. എന്നിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് കണ്ണിൻ്റെ മേളിലായ കാരണം കൺപീലിയൊക്കെ ഉള്ളത് കാരണം കുറച്ച് ബ്രഷും വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ, എല്ലായിടത്തും ഈവനായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടോ, നീറ്റായിട്ടുണ്ടോ എന്നുള്ളത്. കുറച്ച് ക്ഷമയോടെ ചെയ്യാൻ, ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ദിവസം കുറച്ച് ക്ഷമയോടെ ചെയ്യുക. അടുത്തത് സ്മോക്കി ഐ ചെയ്യാൻ പോവാണ്. ഞാൻ ഐ ഷാഡോ പാലറ്റിൻ്റെ ബ്ലാക്ക് കളർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഐ ലൈനർ കൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഐബ്രോ പെൻസിൽ കൊണ്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് കാരണം പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളറും ബ്രൗൺ കളറും മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഇതുപോലൊരു ടൂൾ ഉണ്ടായിരിക്കും നമ്മുടെ മേക്കപ്പ് കിറ്റിനകത്ത്. അത് വെച്ച് ചെയ്താലും അല്ലെങ്കിൽ നമ്മളുടെ ഇയർ ബഡ്സ് വെച്ച് ചെയ്താലും ഓക്കെയാണ്. കുറച്ച് ക്ഷമയോടെ ഹൂഡഡ് ഐസ് ആയത് കാരണം ഞാൻ കുറച്ച് ആ ഒരു ഡബിൾ ഐ വരുന്ന ഏരിയ വരെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ചെയ്യാം. ഐബ്രോ എനിക്ക് തീരെ ഐബ്രോസ് ഇല്ലാത്ത ഒരാളാണ്. ഐബ്രോ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈസി ആയിട്ട് ആയതുകൊണ്ട് ചെയ്യുന്നത് ഈ ഹൂഡ ബ്യൂട്ടിയുടെ ഈ ഒരു ഡാബിങ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് പോലൊരു സാധനമാണ്. പേരെനിക്കറിയില്ല, വർക്കൗട്ട്. സോ ഇത് വെച്ചിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. വിത്തിൻ സെക്കൻഡ് നമുക്ക് ഐബ്രോ കിട്ടും. ഇത് നിൽക്കും കേട്ടോ, ഒരു ദിവസം മൊത്തം നിൽക്കും. കണ്ടില്ലേ, നല്ല ഷേപ്പായിട്ട് കിട്ടും. നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടെ നമ്മൾക്ക് ഈ ആ ഒരു മോൾഡ് വെക്കുന്നതിൻ്റെ അകത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ സ്പൂലി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. എക്സ്ട്രാ ഉള്ള ബ്ലാക്ക് കളർ അതൊക്കെ ഇങ്ങനെ പോയി കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്ലാക്ക് മാത്രം അവിടെ സ്റ്റേ ബാക്ക് ആകും. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് ആ ഓവർ ബ്ലാക്ക് ഒക്കെ അങ്ങ് പോയി. പിന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ കയ്യിലൊരു ടിഷ്യൂ പേപ്പർ, വെറ്റ് ടിഷ്യൂ വയ്ക്കാൻ നോക്കണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആകും. സോ അതിന് വെറ്റ് ടിഷ്യൂ ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ ക്ലോത്ത് എടുത്ത് വെച്ചാലും മതി. കൈ തുടച്ചുകൊണ്ടിരിക്കുന്നില്ല, ഇത്ര അഴുക്കെൻ്റെ കയ്യിലുണ്ടാകും. നെക്സ്റ്റ് ഐലൈനർ വയ്ക്കാം. സോ എനിക്ക് ഫെസ്റ്റിവലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബ്ലൂവും ബ്ലാക്കും മിക്സ് ചെയ്തിടാം. ബ്ലൂ ഫുള്ളായിട്ട് ഞാൻ ഇടില്ല. കണ്ണിൻ്റെ ആ കൃഷ്ണമണി വരുന്ന ആ ഭാഗം മാത്രം ജസ്റ്റ് ഒരു കർവ് കൊടുക്കും ബ്ലൂ കൊണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഓവർ ലൈനായിട്ട് ഒരു ബ്ലാക്ക് ഇടും. അപ്പം ബ്ലൂവും കാണും. ഇപ്പോൾ ബ്ലൂ ഇത്രയും കാണുന്നുണ്ടല്ലോ. ബ്ലാക്ക് ലൈൻ വരച്ച് കഴിഞ്ഞ് അത്ര കാണില്ല. ബ്ലൂ ഐലൈനർ 2 കണ്ണിലും വെച്ചിട്ട് ബ്ലൂ അങ്ങനെ കാണില്ല, ചെറുതായിട്ട് കാണുന്ന പോലെ ആക്കും. ഇപ്പോൾ അതിൻ്റെ പുറത്തൂടെ ഞാൻ ബ്ലാക്ക് ഐലൈനർ കൂടെ വരയ്ക്കും. സോ ഇത് ബ്ലാക്ക് ഐലൈനർ എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ ഒരു ലുക്ക്. അങ്ങനെ ഒരു പാട്ടില്ലേ. സോ ബ്ലാക്കിൻ്റെ കൂടെ ഐലൈനർ വരയ്ക്കാൻ ഈസി ആയിട്ടുള്ളവർക്കൊക്കെ, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഐലൈനർ വരയ്ക്കാൻ, അത്ര പ്രാക്ടീസ് പോരാ. വെറുതെ ബ്ലാക്ക് ഐലൈനർ മാത്രമാണെങ്കിൽ ഓക്കെ, ഈസി ആയിട്ട് ജസ്റ്റ് മേളിൽ മാത്രം, ഞാൻ ആ കർവിൽ മാത്രമേ വരയ്ക്കാറുള്ളൂ, ഫുള്ളായിട്ട് വരയ്ക്കാറില്ല. സോ ഇത് കണ്ടില്ലേ, ഇപ്പം അധികം നീല കാണുന്നില്ലല്ലോ, കുറച്ചല്ലേ കാണുന്നുള്ളൂ. അത് നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളോളം നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. കണ്ണ് കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മസ്കാര ഇടുക. ഒരു ഫാൻ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ല. മസ്കാര ഇടുന്ന ഈസി അല്ലേ, സാധാരണ എല്ലാവരും ഇടാറുണ്ടായിരിക്കുമല്ലോ മസ്കാര ഡെയിലി.
മസ്കാര ഇട്ടു. അടുത്ത് നമുക്ക് എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ചെക്ക് ചെയ്യുക എത്രയും ബ്ലൂ കളർ വേണോ, വീണ്ടും ഒരു ലൈൻ കൂടെ എഴുതണോ എന്ന്. ഞാനൊരു ചെറിയ ലൈൻ കൂടെ എഴുതി. അടുത്ത് നമുക്ക് ആ ലിപ് ബാം ഫസ്റ്റ് ഇട്ടില്ലേ, അതങ്ങ് തുടച്ച് കളയാം. തുടച്ച് കളയുമ്പോൾ സ്കിന്നിൻ്റെ ലിപ്പിൻ്റെ മേലുള്ള ഡെഡ് സ്കിന്നും എല്ലാം പീൽ ഓഫ് ആയി വരും. സോ അതെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു ഔട്ട്ലൈൻ കൊടുക്കുന്ന ഇച്ചിരി ഡാർക്ക് കളറാണ്. ഡാർക്ക് ബ്രൗൺ ലിപ്പ് ലൈൻ ഉണ്ട് എൻ്റെ അടുത്ത്. സ്മോക്കി ചെയ്തത് കൊണ്ട് ഇത് നല്ലതായിരിക്കും. എനിക്ക് ഓൾറെഡി ഡാർക്ക് കളർ ലിപ്പ് ലൈൻ ഉള്ള പോലാണ് എൻ്റെ ലിപ്പ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുള്ളൂ. ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇടാൻ എളുപ്പമാണ്. ലിപ്പിൻ്റെ 2 കർവ് അതുപോലെ വരച്ചു കൊടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്താൽ ഈസിയാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടാൻ. താഴെ കൂടെ ജസ്റ്റ് ഒരു കർവ് വരയ്ക്കുക. പിന്നെ ബാക്കി ഇച്ചിരി സ്പേസ് അല്ലേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അവിടെ. ലിപ്സ്റ്റിക്ക് ഇട്ടു. ഞാൻ ബ്ലഷ് കോണ്ടറിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ലിപ്സ്റ്റിക്ക് ചിലർക്ക് പടരത്തില്ലേ കൈ തൊടുമ്പോഴുമൊക്കെ, അങ്ങനെ ആവാതിരിക്കാൻ ഞാൻ ലൈറ്റായിട്ട് കോമ്പാക്റ്റ് ലിപ്പിൻ്റെ അറൗണ്ട് എപ്പോഴും ഇട്ട് കൊടുക്കും. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒട്ടും പടരില്ല. പിന്നെ നിങ്ങൾക്ക് സ്വെറ്റ് വരും എന്നുള്ള ഭാഗത്തും ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ സ്വെറ്റ് കാരണം മേക്കപ്പ് പോകാതിരിക്കും. ഞാൻ കോമ്പാക്റ്റ് അങ്ങനെ ഇടാറില്ല, ലൈറ്റായിട്ട് തൊട്ടിട്ട് അറൗണ്ട് ദ ലിപ്സ് ഇടുക. എന്നിട്ട് പിന്നെ സ്വെറ്റ് വരുന്നിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നല്ലതായിരിക്കും. പെർഫെക്റ്റായിട്ട് മേക്കപ്പ് കഴിയും അതോടെ. ബ്രഷ് കാണുന്നില്ല. ബ്രഷ് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഈ പൊടി പോലൊക്കെ കാണുമല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞാൽ ഫേസിൽ ഇങ്ങനെ കേക്കി ആയിട്ടിരിക്കാതിരിക്കും. ചിലർക്ക് ഇങ്ങനെ കേക്കി ആയിട്ടിരിക്കൂലേ, അങ്ങനെ ആവാതിരിക്കും. ഈ എക്സ്ട്രാ ഉള്ള ബാക്കി ഇപ്പോൾ നമ്മളിട്ട പൗഡറും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ പൊക്കോളും. സോ മേക്കപ്പ് കഴിഞ്ഞു. ഇഷ്ടമായോ മേക്കപ്പ്? ഇനി നമുക്ക് തല ചീകിയിട്ട് പോയി ഇപ്പോഴാണ് ഡ്രസ്സ് ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാണ് ഡ്രസ്സ് ഇടുക. കാരണം എൻ്റെ ഡ്രസ്സിലൊക്കെ മേക്കപ്പ് ആയി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല അങ്ങനെ പൗഡറൊക്കെ ആയിട്ട്. ഞാൻ എപ്പോഴും ഇത് ചെയ്ത് കഴിഞ്ഞാണ്, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാണ് ഡ്രസ്സ് ചെയ്യുക. തല കോംബ് ചെയ്യുമ്പോൾ, ഹെയർ കോംബ് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കോംബ് ചെയ്താൽ കുറച്ച് ബൗൺസി ആയിട്ടും നല്ല നീറ്റായിട്ടും കിടക്കും. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഇതാണ് ഫൈനൽ ലുക്ക്. നമുക്കൊരു പൊട്ടും കൂടെ വയ്ക്കാം. എപ്പോഴും ബ്ലാക്ക് പൊട്ട് മാത്രം വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വേറെ ഒരു പൊട്ടും എനിക്ക് ഹാപ്പി ആവില്ല, എനിക്ക് മാച്ചാവത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും ബ്ലാക്ക് പൊട്ടാണ് വയ്ക്കുക. ഈ കമ്മൽ എനിക്കെൻ്റെ കൊളീഗ് വാങ്ങിച്ചു തന്നാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ എപ്പോൾ കമ്മലിട്ടാലും അവളെ ഓർക്കും. സോ ഇതാണ് ചുരിദാർ. ഷോളൊക്കെ കുറച്ച് ഉടഞ്ഞിട്ട് പുതിയതാണ്, ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. സോ ഹൗ ഈസ് ദ ലുക്ക്? ക്യാമറ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഫോക്കസിനൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. സോ ഇഷ്ടമായെങ്കിൽ പറയണേ. ലുക്ക് ഇഷ്ടമായെങ്കിൽ, മേക്കപ്പ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഡ്രസ്സ്. ഇഷ്ടപ്പെട്ടു? ഞാൻ എപ്പോഴും ഫ്രീ ഹെയർ ആണ് ഇടുക. എൻ്റെ ട്രൈപോഡിൻ്റെ മേൽവശം മുടിഞ്ഞു വീഴില്ലെങ്കിൽ ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തന്നെ. സോ ഇതാണ് ലാസ്റ്റ്. ഞാൻ 2-3 പിക്ക് എടുത്തു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ ഹാപ്പിയാകും. ഹാപ്പി ഓണം ടു യു ഓൾ.